എല്ലാ ദിവസവും അതിരാവിലെ ദൈവത്തിൻ്റെ തിരുവചനം ഭാഗ്യവചനധാരയായി നിങ്ങളിലേക്ക് ഒഴുകിയിറങ്ങുന്നു. ഭാഗ്യവചനധാര എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന തിരുവചന സന്ദേശങ്ങൾ യഥാസമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഭാഗ്യവചനധാരയിലേക്ക് ഏവർക്കും സ്വാഗതം. 1 ദിനവൃത്താന്തം 28 അധ്യായം 9 വാക്യത്തിന്റെ ആദ്യ ഭാഗം. നീയോ എൻ്റെ മകനെ ശലോമോനെ, നിന്റെ അപ്പന്റെ ദൈവത്തെ അറിയുകയും അവനെ പൂർണ്ണ ഹൃദയത്തോടും നല്ല മനസ്സോടും കൂടെ സേവിക്കുകയും ചെയ്യുക. ദാവീദ് തന്റെ അന്ത്യഘട്ടത്തോട് അടുക്കുന്ന സന്ദർഭമാണ്. ഇസ്രായേലിലെ എല്ലാ പ്രഭുക്കന്മാരെയും ഗോത്ര തലവന്മാരെയും സഹസ്രാധിപന്മാരെയും ശതാധിപന്മാരെയും വിളിച്ചുകൂട്ടി എല്ലാവർക്കും ആവശ്യമായ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകിയ ശേഷം തൻ്റെ മകനായ ശലോമോനെ അരികിൽ വിളിച്ച് അവന് മാത്രമായി നൽകുന്ന അന്ത്യോപദേശമാണ് ഈ ഭാഗം. എല്ലാ മനുഷ്യരുടെയും അവസാന സമയത്തെ വാക്കുകൾക്കും ഉപദേശങ്ങൾക്കും ഒരു നിർണായക പ്രാധാന്യം നാം കൊടുക്കാറുണ്ടല്ലോ. ആ ഒരു നിലയിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വേദഭാഗമാണിത്. 3 കാര്യങ്ങൾ ഈ ഭാഗത്ത് നമ്മുടെ ശ്രദ്ധയെ ആകർഷിക്കുന്നു. 1, എൻ്റെ മകനെ ശലോമോനെ എന്ന സംബോധനയിൽ എൻ്റെ മകൻ എന്ന അഭിമാനത്തോടെ മകനെ ചേർത്ത് നിർത്തുന്ന അപ്പനെ നാം കാണുന്നു. അപ്പനെ ബഹുമാനിക്കുകയും അപ്പന്റെ നിലപാടുകളും പാരമ്പര്യങ്ങളും നിലനിർത്തുന്നതിനായി അപ്പന്റെ വഴികൾ നടക്കുകയും ചെയ്യുന്ന മക്കൾ അപ്പന്മാരുടെ അഭിമാനമാണ്. ഇതേ അപ്പന്റെ മറ്റൊരു മകനായ അബ്ശാലോമിനെ ഭയന്ന് എത്രയോ ദിനരാത്രങ്ങൾ ദാവീദ് വനാന്തരങ്ങളിൽ ഒളിച്ച് പാർത്തത് നമുക്കറിയാമല്ലോ. കൊട്ടാരം വിട്ട് അലഞ്ഞു നടന്നു. അവൻ അപ്പന് അപമാനവും ഭീതിയും പടർത്തിയ മകനായിരുന്നു. പഴയ നിയമത്തിൽ 1 ശമൂവേൽ 2 അധ്യായത്തിൽ നാം കാണുന്ന ഏലി പുരോഹിതന്റെ മക്കളും ആ അപ്പനും പൗരോഹിത്യ വർഗത്തിന് അപമാനവും സർവനാശവും വരുത്തിയ മക്കളായിരുന്നുവല്ലോ. ആധുനിക ലോകത്തിൽ അനേക മാതാപിതാക്കൾ മക്കളുടെ അനാശാസ്യ പ്രവർത്തനങ്ങളിലും ദുഷിച്ച കൂട്ടുകെട്ടുകളിലും മനം നൊന്തും ഭയന്നും കഴിയുന്ന കാഴ്ച സർവ്വസാധാരണമായിരിക്കുന്ന പശ്ചാത്തലം ഓർക്കുമ്പോഴാണ് എൻ്റെ മകനെ ശലോമോനെ എന്ന ഒരു പിതാവിൻ്റെ സംബോധനയിൽ അടങ്ങിയിരിക്കുന്ന സ്നേഹത്തിൻ്റെ ആഴം നാം തിരിച്ചറിയേണ്ടത്. ശലോമോൻ എന്ന വാക്കിൻ്റെ അർത്ഥം സമാധാനം എന്നാണ്. ആ വാക്കിന്റെ അർത്ഥം പോലെ തന്നെ അവൻ തനിക്കും മറ്റുള്ളവർക്കും സമാധാനം നൽകുന്നവനായിരുന്നു. ഗിബയിൽ യാഗം കഴിപ്പാൻ പോയപ്പോൾ യഹോവ പ്രത്യക്ഷനായി വേണ്ടുന്ന വരം ചോദിപ്പാൻ ആവശ്യപ്പെട്ടപ്പോൾ അവൻ ചോദിച്ച വരം അവന്റെ സ്വഭാവ സവിശേഷതയെ വെളിപ്പെടുത്തുന്നതായിരുന്നുവല്ലോ. അതായത് ഗുണവും ദോഷവും തിരിച്ചറിഞ്ഞ് നിന്റെ ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ വിവേകമുള്ളൊരു ഹൃദയം എനിക്ക് തരണമേ എന്നായിരുന്നല്ലോ അവൻ ചോദിച്ച വരം. 1 രാജാക്കന്മാർ 3:9 നാം അത് കാണുന്നു. സമ്പത്തും പ്രതാപവും ദീർഘായുസ്സും ഐശ്വര്യവും ഒന്നും ആയിരുന്നില്ല അവന്റെ ആവശ്യം, മറിച്ച് വിവേകമുള്ളൊരു ഹൃദയമായിരുന്നു. അവന്റെ ഈ ചോദ്യം കർത്താവിന് പ്രസാദമായി എന്ന് തുടർന്നുള്ള വാക്യത്തിൽ നാം വായിക്കുന്നുമുണ്ട്. വിവേകവും സമാധാനമുള്ള മക്കളാണ് മാതാപിതാക്കളുടെ ഏറ്റവും വലിയ അനുഗ്രഹം. അതുകൊണ്ടാണ് ശലോമോൻ തന്നെ പറയുന്നത്, ജ്ഞാനമുള്ള മകൻ അപ്പനെ സന്തോഷിപ്പിക്കുന്നു, ഭോഷനായ മകൻ അമ്മയ്ക്ക് വ്യസനഹേതുവാകുന്നു എന്ന്. സദൃശ്യവാക്യം 10:1, 15:20. രണ്ടാമത് ദാവീദ് ശലോമോനോട് പറയുന്നത് നിന്റെ അപ്പന്റെ ദൈവത്തെ അറിയണം എന്നാണ്. അന്ത്യഘട്ടത്തിൽ മക്കൾക്ക് താൻ രുചിച്ചറിഞ്ഞ ദൈവത്തെ കൈമാറിക്കൊടുക്കുന്ന അപ്പനെയാണ് നാം ഇവിടെ കാണുന്നത്. ജീവിതയാത്രയുടെ തുടക്കം മുതൽ അനേകം സന്ദർഭങ്ങളിൽ കൈവിടാതെ കാത്തു പരിപാലിച്ച ദൈവകൃപയുടെ പരിപാലനം ഓരോന്നോരോന്നായി ദാവീദിന്റെ മനസ്സിലൂടെ കടന്നു വരികയാണ്. അതെല്ലാം ഒന്നൊന്നായി ശലോമോനെ ഓർമ്മിപ്പിച്ചിട്ടാവണം ദാവീദ് പറയുന്നത് നിന്റെ അപ്പന്റെ ദൈവത്തെ നീ അറിയണം എന്ന്. വനാന്തരത്തിൽ ആടിനെ മേയിച്ച് നടന്ന കാലം മുതൽ ഇസ്രായേലിന്റെ രാജസിംഹാസനത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന കാലഘട്ടം വരെയുള്ള യാത്രയിൽ താൻ അനുഭവിച്ച യാതനകൾ, വേദനകൾ, പീഡനങ്ങൾ, ചതികൾ, പകവീട്ടലുകൾ എത്ര അനവധിയായിരുന്നു. അവയിൽ നിന്നെല്ലാം വിടുവിച്ചവനായ വലിയവനായ ദൈവത്തെ തൻ്റെ മകന് കൈമാറിക്കൊടുക്കുകയാണ് ഇവിടെ ദാവീദ്. അപ്പന്മാർ അങ്ങനെ ആയിരിക്കണം എന്ന എല്ലാ അപ്പന്മാരെയും ഓർമ്മിപ്പിക്കുകയാണ് ദാവീദ് ഇവിടെ ചെയ്യുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ഓർമ്മ കുർബാനയിൽ സംബന്ധിക്കുവാനിടയായി. വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന മക്കൾ തങ്ങളുടെ പിതാവിന്റെ ഓർമ്മ നടത്തുവാനായി നാട്ടിലെത്തിയിരിക്കുന്നു. അല്പം പോലും മതബോധനമില്ലാത്ത രാജ്യങ്ങളിലാണ് അവരെല്ലാം താമസിക്കുന്നതെങ്കിലും അവരെല്ലാം നാട്ടിലെത്തി വിശുദ്ധ കുർബാനയിൽ ശുശ്രൂഷ കുപ്പായമിട്ട് സംബന്ധിക്കുന്നത് കണ്ടപ്പോൾ വലിയ അതിശയം തോന്നി. അവരുടെ മക്കൾ അവരോടൊപ്പം കുപ്പായമെല്ലാം ഇട്ട് നോക്കുറ്റി വീശുന്നു. പെൺകുഞ്ഞുങ്ങൾ കൊയറിൽ പാടുന്നു. അവർ നാട്ടിൽ മാതാപിതാക്കളിൽ നിന്ന് ലഭിച്ച പാരമ്പര്യം അവർ പ്രവാസത്തിലായിരുന്ന സ്ഥലത്ത് പാലിക്കുകയും അവരുടെ മക്കളിലേക്ക് കൃത്യമായി പകർന്നു കൊടുത്ത് അവരെ വളർത്തുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ സന്തോഷം തോന്നി. ഇന്നത്തെ തലമുറ ദൈവത്തിൽ നിന്നും ധാർമ്മികതയിൽ നിന്നും അകലുന്നു എന്ന് വിലപിക്കുമ്പോഴും കൃത്യമായ നിലപാടുകളുള്ളവർക്ക്
മാതാപിതാക്കൾ കാണിച്ചു കൊടുത്ത വഴികളിലൂടെ മക്കളെ വളർത്തുവാൻ സാധിക്കും എന്നതിൻ്റെ ഉദാഹരണമായി തോന്നി ഈ സംഭവം. മൂന്നാമത്, ദൈവത്തെ സ്നേഹിക്കുന്ന വിധത്തെ പറ്റിയുള്ള ഉപദേശമാണ് ദാവീദ് നൽകുന്നത്. പൂർണ്ണ ഹൃദയത്തോടും നല്ല മനസ്സോടും കൂടെ സേവിക്കണം എന്നാണ് ഉപദേശം. ദൈവത്തെ സ്നേഹിക്കുന്നതും ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ ആയിരിക്കണം. കാര്യസാധ്യങ്ങൾക്ക് വേണ്ടിയോ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയോ പേരിനും പ്രശസ്തിക്കും വേണ്ടിയോ ദൈവത്തിൻ്റെ പുറകെ ആരും പറ്റിക്കൂടരുത്. ഇന്നത്തെ ആത്മീയ രംഗത്തെ ഏറ്റവും വലിയ പരാജയം അതാണ്. ദൈവത്തെ സ്നേഹിക്കുന്നെന്ന് പറയുന്നവർക്കെല്ലാം സ്വകാര്യ താല്പര്യങ്ങളുടെ അജണ്ടയുണ്ട്, പ്രതിഫലേച്ഛയുടെ ദുരാഗ്രഹമുണ്ട്. അത് പാടില്ല എന്ന് ദാവീദ് ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. മക്കളെ കുറിച്ച് അഭിമാനത്തോടെ കൂടെ ജീവിക്കുവാനും തലമുറകളിലേക്ക് നാം രുചിച്ചറിഞ്ഞ് ദൈവത്തെ കൈമാറി കൊടുക്കുവാനും ദൈവത്തെ ആരാധിക്കേണ്ട വിധം കുഞ്ഞുങ്ങളെ മനസ്സിലാക്കി കൊടുക്കുവാനും കഴിയുന്നുവെങ്കിൽ ഒരു മനുഷ്യ ജീവിതം അർത്ഥവത്തായി തീരുകയാണ്. അതാണ് ഇവിടെ ദാവീദ് ശലോമോനോട് പറയുന്ന ഭാഗത്തുനിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ടുള്ളത്. ആ ഒരു രീതിയിൽ നമ്മുടെയും ജീവിതമായി തീരുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. നന്ദി, നമസ്കാരം.